കേരളത്തിന്റെ ഒഫീഷ്യൽ ഫ്ലവർ എന്താണെന്നറിയാമോ? ഒന്ന് ഉത്തരം പറഞ്ഞു. ഇവനെ കണ്ട ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം ഞാൻ അന്വേഷിച്ച് നടന്ന് നേടിയെടുത്തതാണ്. എന്താന്ന് മനസ്സിലായോ? ഇതാരാന്ന് മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ കണിക്കൊന്നയുടെ ഗുരുവാണ്. പിന്നെ ഇവനാണ്, അതായത് കണിക്കൊന്നയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഒഫീഷ്യൽ ഫ്ലവർ അല്ലേ. അപ്പൊ അവനെ എനിക്ക് ഇല്ലാതിരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇവനെ പാകി കിളിപ്പിച്ച് നട്ടുപിടിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, ഇവന് ഒട്ടും കെയർ ആവശ്യമില്ല. പൂമരമാണ്, വലിയ പൂമരം. ഇവർക്ക് നമ്മള് ഏകദേശം വളർന്ന് പൂ ഇടാറായി കഴിയുമ്പം പിന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വളവും കൊടുക്കരുത്. വെള്ളവും വളവും കൊടുത്താല് ഒരുപാട് ഇല വരും, പൂക്കൾ വരത്തില്ല. എന്നാൽ നമ്മൾ വെള്ളം ഇച്ചിരി മാത്രം കൊടുത്ത് അധികം വളം ഇട്ട് കൊടുക്കാതിരുന്നാൽ ഇവര് നിറച്ചു പൂത്ത് വരും. നിറഞ്ഞ് ഇലയില്ലാതെ പൂ നിറഞ്ഞു നിൽക്കും. പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടിയത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് നന്നായിട്ട് വെയില് കിട്ടുന്നിടത്ത് ഇവരെ വെച്ചു കൊടുക്കുക. പൂക്കാറായാൽ പിന്നെ അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പൊ നിറച്ചു പൂയിട്ടവേ ഇവരെ നട്ട് വളർത്തി പൂക്കളുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ബൈ.